ഉള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം കഴിയുന്നത്രയും സൂക്ഷിച്ച് പാലിച്ച് മുഅ്മിനുകളും മുവഹ്ഹിദുകളും മുത്തഖികളുമായി ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ റമദാനിൻ്റെ രണ്ടാമത്തെ 10 നമ്മളെല്ലാം പ്രവേശിച്ചിരിക്കുകയാണ്. അള്ളാഹു നമ്മുടെ നോമ്പും നമ്മുടെ നമസ്കാരങ്ങളും നമ്മുടെ ദിക്റുകളും ദുആകളുമെല്ലാം അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നരകത്തിൽ നിന്നുള്ള മോചനവും റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള തൗഫീഖും അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. പരിശുദ്ധ റമദാനിൻ്റെ രണ്ടാമത്തെ 10 പ്രവേശിച്ച് കഴിയുമ്പോൾ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച് അവരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു സംഭവമാണ് ബദർ യുദ്ധം എന്ന് പറയുന്നത്. മുസ്ലിമീങ്ങൾക്ക് ലോകത്ത് നിലനിൽപ്പുണ്ടാക്കിയ ഇസ്ലാമിലെ ഒന്നാമത്തെ ഓപ്പറേഷനാണ് ബദർ യുദ്ധം എന്ന് പറയുന്നത്. ബദർ എന്ന പ്രദേശത്ത് വെച്ച് നടന്ന സൈനിക നീക്കം എന്നുള്ള നിലയിലാണ് ബദർ യുദ്ധം എന്നുള്ള പേര് അതിന് വന്നത്. ബദർ എന്ന് പറയുന്ന ഒരു പ്രദേശത്തിന് ആ പേര് വരാനുള്ള കാരണം അവിടെ ബദർ എന്ന പേരിലുള്ള ഒരു കിണറുണ്ടായിരുന്നു. ബദർ എന്ന് പേരുള്ള ഒരു മനുഷ്യനായിരുന്നു, ഒരു വ്യക്തിയായിരുന്നു ആ കിണർ അവിടെ സംഭാവന ചെയ്തത്. ആ കിണറിന്റെ പണിയെടുത്തതും അദ്ദേഹം തന്നെയായിരുന്നു എന്ന് ചരിത്ര രേഖകളിൽ കാണാൻ കഴിയും. അങ്ങനെ ആ കിണറിന് ബദർ എന്ന പേര് വന്നു, ബിർ ബദർ. ആ പേരിലൂടെ ആ പ്രദേശം ബദർ എന്ന പേരിൽ അറിയപ്പെട്ടു. ആ ബദർ എന്ന് പറയുന്ന പ്രദേശത്തു നടന്ന സൈനിക നീക്കം, യുദ്ധം എന്നുള്ള നിലയിലാണ് ബദർ യുദ്ധം എന്നുള്ള പേര് വന്നത്. യുദ്ധത്തിന്റെ ചരിത്രം നമുക്കറിയാം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ പേര് തന്നെ സമാധാനം എന്ന അർത്ഥത്തിലാണ്. വിശ്വാസികൾ പരസ്പരം കാണുമ്പോൾ പരസ്പരം അഭിവാദ്യം ചെയ്യാറുള്ളത് സമാധാനമുണ്ടാകട്ടെ എന്നുള്ള സമാധാനത്തിന്റെ വാക്കുകൊണ്ടാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ അംന് എന്ന പദത്തിൽ നിന്നാണ് ഈമാൻ എന്ന പദം വന്നത്. അതും സമാധാനത്തെയും നിർഭയത്വത്തെയുമാണ് കുറിക്കുന്നത്. ഇസ്ലാം എന്ന പദത്തിനും അസ്സലാം എന്ന പദത്തിനുമെല്ലാം സമാധാനം എന്നുള്ള അർത്ഥമാണ് ഉള്ളത്. അതേസമയം ഇസ്ലാമിലെ യുദ്ധത്തിന്റെ നിയമങ്ങളുണ്ട്, ഇസ്ലാമിക ചരിത്രത്തിൽ യുദ്ധങ്ങളുടെ ചരിത്രങ്ങളുണ്ട്. അതെല്ലാം തന്നെ ഒരു നിർബന്ധിത സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഘട്ടം എന്ന് മാത്രമേ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു. അള്ളാഹുവിന്റെ വഹയിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നുള്ള വിശുദ്ധമായ തൗഹീദ് ജനങ്ങൾക്കിടയിലേക്ക് പ്രബോധനം ചെയ്തു. അള്ളാഹുവിന്റെ റസൂൽ തൗഹീദ് അല്ലാത്ത ഏതൊരു വിഷയം, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നുള്ളതല്ലാത്ത ഏത് വിഷയം ആ സമൂഹത്തിൽ പറഞ്ഞാലും ആളുകൾക്ക്, ഖുറൈശികൾക്ക്, അവിടെയുള്ള മുശ്രിക്കുകൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. പക്ഷേ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം, അള്ളാഹുവിനോട് മാത്രം സങ്കടങ്ങൾ പറയണം, അള്ളാഹുവിന് മാത്രം നേർച്ചകൾ അർപ്പിക്കണം എന്നുള്ള കാര്യം അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോഴായിരുന്നു അത് സമൂഹത്തിൽ അൽ അമീൻ, എല്ലാവർക്കും വിശ്വസ്തനും സത്യസന്ധനുമായിരുന്ന ഒരു മനുഷ്യനും അദ്ദേഹത്തെ പിൻപറ്റിയ ആളുകളും അവർക്ക് കൊള്ളരുതാത്തവരായതും അവരെ നിരന്തരം പീഡിപ്പിച്ചു കൊണ്ടിരുന്നതും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മക്ക ജീവിത കാലഘട്ടത്തിൽ ഒരിക്കലും അവരോട് തിരിച്ചടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൂടെയുണ്ടായിരുന്ന തന്റെ അനുചരന്മാരെ അബീസീനിയയിലേക്ക് പറഞ്ഞയച്ചു.
അവർക്ക് അവിടെ സ്വസ്ഥമായി ജീവിക്കാൻ വേണ്ടി അബീസീനിയയിലേക്ക് പറഞ്ഞയച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മക്കയുടെ വിവിധ അടുത്തുള്ള പ്രദേശങ്ങളിലേക്ക് മുസ്ലിമീങ്ങളെ അങ്ങോട്ട് ഹിജ്റ പറഞ്ഞയച്ചു. ഇവിടെയുള്ള പ്രയാസങ്ങളും മർദ്ദനങ്ങളും പീഡനങ്ങളും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രിയപ്പെട്ട ബന്ധുക്കൾ താമസിക്കുന്ന ത്വായിഫിലേക്ക് അവിടുന്ന് ഹിജ്റ പോയി. അവിടെ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടിച്ച് ആട്ടി കല്ലെറിഞ്ഞ് ഓടിച്ച് വീണ്ടും മക്കയിലേക്ക് തന്നെ തിരിച്ചു വരേണ്ടി വന്നു. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയും തന്നെ അനുചരന്മാരെയും മർദ്ദിക്കുന്ന, പീഡിപ്പിക്കുന്ന, തന്റെ പ്രിയപ്പെട്ടവരെ കൊലപ്പെടുത്തുന്ന ആ ആളുകളോട് യാതൊരു തരത്തിലുള്ള പ്രതികാരവും ചെയ്തിട്ടില്ല. അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബികൾ ഘട്ടം ഘട്ടമായിട്ട് മദീനയിലേക്ക്, അന്നത്തെ യസ്രിബിലേക്ക് ഹിജ്റ പോവുകയാണ്. ആ ഹിജ്റ പോയതിന് ശേഷം അള്ളാഹുവിന്റെ റസൂലിനും അനുമതി കിട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മദീനയിലേക്ക് ഹിജ്റ പോയി. അവിടെ അള്ളാഹുവിന്റെ റസൂല് പള്ളിയുണ്ടാക്കി. ആ മദീനയിൽ ജീവിക്കുന്ന ഘട്ടത്തിൽ മദീനയിലും ജീവിക്കാൻ സമ്മതിക്കാത്ത അവസ്ഥയുണ്ടായി. അള്ളാഹുവിന്റെ റസൂലിനും സഹാബത്തിനും മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്ത് പോയിട്ട് ആ നാട്ടിലും സ്വസ്ഥതയില്ലാത്ത അവസ്ഥയുണ്ടായി. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികാരം ചെയ്തിട്ടില്ല. ഇസ്ലാമിനെ ഏത് വിധേനയും തകർക്കാൻ വേണ്ടിയുള്ള അതിശക്തമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണ് അബൂ സുഫിയാൻ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം ഷാമിൽ നിന്നും ഒരു കച്ചവട സംഘവുമായി, കച്ചവട ചരക്കുമായിട്ട് മദീന ലക്ഷ്യമാക്കിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഈ ഷാമിൽ നിന്നും കച്ചവട ചരക്കുകൾ കൊണ്ടുവരുന്നത്, അതിലൂടെ കച്ചവടം ചെയ്ത് ലാഭമുണ്ടാക്കിയിട്ട് മുസ്ലിങ്ങൾക്കെതിരായിട്ട് അത് പ്രയോഗിക്കാൻ വേണ്ടിയാണ് എന്ന് കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കച്ചവട സംഘത്തെ തടയാൻ വേണ്ടിയിട്ട്, അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘത്തെ തടയാൻ വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാനും ആളുകളെ കൂട്ടിക്കൊണ്ട് പുറപ്പെടുന്നത്. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധം പ്രതീക്ഷിച്ചിരുന്നില്ല. ആ യുദ്ധത്തിനുള്ള യാതൊരു തരത്തിലുള്ള തയ്യാറെടുപ്പുകളും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്ന വിവരം എങ്ങനെയോ അബൂ സുഫിയാന് കിട്ടി. അബൂ സുഫിയാൻ പിൽക്കാലത്ത് ഇസ്ലാം സ്വീകരിച്ച റളിയല്ലാഹു അൻഹു എന്ന് നമ്മൾ പറയുന്ന ഒരു സ്വഹാബിയായി പിന്നീട് മാറിയിട്ടുണ്ട്. അബൂ സുഫിയാൻ ഈ വിവരം നബിയും ആളുകളും ആക്രമിക്കാൻ വേണ്ടി വരുന്നുണ്ട് എന്നുള്ള വിവരം മക്കയിലേക്ക് അറിയിച്ചു. അവിടെ നിന്ന് അബൂജഹലിന്റെ നേതൃത്വത്തിൽ വലിയൊരു സംഘം എല്ലാ രൂപത്തിലുമുള്ള അശ്വമേധങ്ങളും ആയുധങ്ങളും പടയങ്കളുകളും എല്ലാമായി കൊണ്ട് ഒരു യുദ്ധത്തിന് തയ്യാറെടുപ്പോടുകൂടി ഇങ്ങോട്ട് പുറപ്പെടുകയാണ്. ആ സന്ദർഭത്തിൽ അബൂ സുഫിയാനും കച്ചവട സംഘവും കടൽ മാർഗം മറ്റൊരു വഴിയിലൂടെ രക്ഷപ്പെട്ട് അവര് നാടുപിടിച്ചു. അബൂ സുഫിയാൻ വിവരമറിയിച്ചു അബൂജഹലിനെ, യുദ്ധത്തിന് വേണ്ടി വരേണ്ടതില്ല, അക്രമത്തിന്റെ ആവശ്യമില്ല, ഞങ്ങൾ തിരിച്ച് സുരക്ഷിതരായിട്ട് മറ്റൊരു വഴിയിലൂടെ രക്ഷപ്പെട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അബൂജഹൽ പറഞ്ഞത് മുഹമ്മദിനെയും കൂട്ടരെയും ഇതോടുകൂടി ഇല്ലായ്മ ചെയ്തുകൊണ്ട് മാത്രമേ ഞാനും എൻ്റെ സംഘവും തിരിച്ചു വരികയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ യുദ്ധത്തിന് വേണ്ടി തന്നെ പുറപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് രണ്ടു കൂട്ടരും, മുസ്ലിം സംഘവും അതേപോലെ തന്നെ ശത്രു സംഘവും, ബദർ എന്ന് പറയുന്ന പ്രദേശത്ത് രണ്ട് ഭാഗത്തായിട്ട് തമ്പടിച്ചു നിൽക്കുന്നത്. പല സന്ധി സംഭാഷണങ്ങളും നടന്നിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും വഴങ്ങാൻ അബൂജഹൽ തയ്യാറായിരുന്നില്ല. എന്തു വന്നാലും യുദ്ധം ചെയ്യണം എന്നുള്ള ഉറച്ച തീരുമാനത്തോടു കൂടിയായിരുന്നു വന്നിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾക്ക് ആകെയുണ്ടായിരുന്നത് ഒരു കുതിരയായിരുന്നു. 70 ഒട്ടകങ്ങളുണ്ടായിരുന്നു. അവരുടെ അംഗസംഖ്യ 313 മുതൽ 317 വരെയുള്ള സംഖ്യക്കിടയിലായിരുന്നു. ഏതാണ്ട് 150 കിലോമീറ്റർ യാത്ര ചെയ്യാറുണ്ട്. 150 കിലോമീറ്റർ 300-ലധികം ആളുകൾക്ക് 70 ഒട്ടകങ്ങളുടെ പുറത്ത് സഞ്ചരിച്ചാൽ അവർക്ക് ഒരു ഒട്ടകത്തിൽ 3 പേർക്ക് ഊഴമിട്ടുകൊണ്ടുള്ള സഞ്ചാരമായിരുന്നു. ഒരാൾ കുറച്ചു നേരം ഒട്ടകപ്പുറത്ത് സഞ്ചരിച്ച് പിന്നീട് മറ്റൊരാൾ ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കും. അള്ളാഹുവിന്റെ റസൂലിന്റെ ഒട്ടകവും അങ്ങനെ തന്നെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 50 കിലോമീറ്റർ ആണ് ഒട്ടകപ്പുറത്ത് സഞ്ചരിച്ചത്. 150 കിലോമീറ്റർ ഉണ്ട് അവിടുന്ന് യാത്ര ചെയ്യാൻ.
ആ സമയത്ത് 100 കിലോമീറ്ററോളം കാൽനടയായി കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടെയുണ്ടായിരുന്ന 300-ലധികം വരുന്ന സ്വഹാബത്തും ബദറിലേക്ക് എത്തിച്ചേരുന്നത്. നമുക്കറിയാമല്ലോ, ഒരു 150 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 100 കിലോമീറ്റർ നടക്കുക എന്ന് പറഞ്ഞാലുള്ള പ്രയാസം. 16-ാമത്തെ ദിവസം രാത്രിയാണ്. 16 ദിവസവും നോമ്പെടുത്തുകൊണ്ടാണ്. റമദാൻ മാസത്തിലാണ്, പകൽ നോമ്പാണ്. ആ നോമ്പെടുത്ത ആളുകളാണ് ഈ സ്വഹാബത്ത് എന്നുകൂടി നമ്മൾ ഓർക്കണം. എന്നിട്ടാണ് അവരിങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് ബദറിലേക്ക് എത്തുന്നത്. അതേസമയം 100 കണക്കിന് അശ്വഭടന്മാരുണ്ടായിരുന്നു, ഒരുപാട് ഒട്ടകങ്ങളുണ്ടായിരുന്നു, 600 പടയങ്കികളുണ്ടായിരുന്നു, സർവസജ്ജരായിരുന്നു ശത്രു സൈന്യം എന്ന് പറയുന്നത്. ആ ബദറിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ മുസ്ലിം സൈനികർക്ക് ആകെ ഒരു ഉൾക്കിടിലമുണ്ടായി, ഭയമുണ്ടായി, അവർക്ക് വലിയ പ്രയാസമുണ്ടായി. ഈ വലിയ സൈന്യത്തെ ഞങ്ങൾക്ക് പരാജയപ്പെടുത്താൻ സാധിക്കുമോ എന്നുള്ള ആധിയുണ്ടായി. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രാത്രി മുഴുവനും പ്രാർത്ഥനയിലും കണ്ണീരിലും കഴിഞ്ഞു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ കാന ഫീനാ ഫാരിസുൻ യൗമ ബദ്രിൻ ഗൈറ മിഖ്ദാദിൻ, ഞങ്ങളുടെ കൂട്ടത്തിൽ ബദ്റിന്റെ ദിവസം മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിനല്ലാതെ മറ്റൊരാൾക്കും കുതിരയുണ്ടായിരുന്നില്ല. വലഖദ് റഅയ്തുനാ വമാ ഫീനാ ഇല്ലാ നായിമുൻ ഇല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴികെയുള്ള എല്ലാവരും ആ രാത്രിയിൽ ഉറങ്ങിയിട്ടുണ്ട്, എല്ലാവരും ഉറങ്ങുകയുണ്ടായി എന്ന് അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ആ ഉറക്കിൽ നിന്നും ഉണർന്ന സമയത്ത് അതുവരെ അവരുടെ മനസ്സിനുണ്ടായിരുന്ന പേടിയും ആധിയും ആശങ്കകളും മാറുകയുണ്ടായി എന്നും വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് യുഗശീകുമുന്നുആസ അമനതം മിൻകും, അവർക്ക് ശാന്തി നൽകിക്കൊണ്ട് അവരെ നിദ്രാമയക്കത്തിലേക്ക് വിട്ടവനാകുന്നു അല്ലാഹു. അവർക്ക് ഒരു മയക്കം നൽകി, ആ രാത്രിയിൽ ഉറക്കം നൽകി. ആ ഉറക്കിൽ നിന്നും അവർ എഴുന്നേറ്റപ്പോൾ അതുവരെയുണ്ടായിരുന്ന ക്ഷീണം അവർക്ക് മാറി, അവർക്കുണ്ടായിരുന്ന ഭയം മാറി, അവർക്കുണ്ടായിരുന്ന ആശങ്ക മാറി എന്നാണ്. നമുക്കറിയാം, പലപ്പോഴും ഒരു ക്ഷീണം വന്നാൽ അല്പസമയം ഒന്ന് കിടന്ന് ഉറങ്ങിയാൽ നമുക്ക് നമ്മുടെ മനസ്സിന്റെ ടെൻഷൻ മാറും, അതുപോലെ ക്ഷീണം മാറും. ഇതേപോലെ തന്നെ അവർക്ക് അള്ളാഹു രാത്രിയിൽ ബദറിന്റെ രാവിൽ ഒരു ഉറക്കം നൽകിയപ്പോൾ അതിലൂടെ അവരുടെ പ്രയാസങ്ങളെല്ലാം മാറുകയുണ്ടായി എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. എന്ന് മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിമീങ്ങൾ ഒരു യുദ്ധമൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. പ്രത്യേകമായ സജ്ജീകരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് കുടിക്കാൻ വെള്ളമുണ്ടായിരുന്നില്ല, അവർക്ക് ശുദ്ധീകരിക്കാൻ വെള്ളമുണ്ടായിരുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഇറങ്ങി പുറപ്പെടാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവരിൽ ജനാബത്തുള്ള ആളുകൾ പോലും ഉണ്ടായിരുന്നു. അവരൊന്നും കുളിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അന്ന് തയമ്മുമിന്റെ നിയമമൊന്നും അവതരിച്ചിരുന്നില്ല. വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാകാൻ കുളിക്കുകയല്ലാതെ മറ്റൊരു മാർഗവും നിലവിലുണ്ടായിരുന്നില്ല. ആ സന്ദർഭത്തിൽ വെള്ളമില്ലാതെ മുസ്ലിമീങ്ങളുടെ പക്ഷം വളരെ പ്രയാസം അനുഭവിക്കുന്നത് കണ്ടപ്പോൾ മറുഭാഗത്ത് തമ്പടിച്ചിരുന്ന ശത്രുപക്ഷം മുസ്ലിമീങ്ങളെ പരിഹസിക്കുകയുണ്ടായി. അള്ളാഹുവിന്റെ ആളുകളല്ലേ നിങ്ങൾ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരല്ലേ നിങ്ങൾ, അള്ളാഹുവിന് വേണ്ടി യുദ്ധം ചെയ്യാൻ വന്നവരല്ലേ നിങ്ങൾ, നിങ്ങൾക്ക് കുടിക്കാൻ വെള്ളമുണ്ടോ, നിങ്ങൾക്ക് ശുദ്ധിയാക്കാൻ വെള്ളമുണ്ടോ, നിങ്ങൾക്ക് വസ്ത്രം കഴുകാൻ വെള്ളമുണ്ടോ എന്നിങ്ങനെ അവരിങ്ങനെ മുസ്ലിങ്ങളുടെ അവരുടെ ഊർജം, അവരുടെ വീര്യം കെടുത്തുന്ന രൂപത്തിൽ പരിഹസിച്ചു കൊണ്ടിരുന്നു. വളരെയധികം പ്രയാസകരമായ ഒരു ചുറ്റുപാടായിരുന്നു ആ രാത്രിയിൽ. ബദറിന്റെ രാത്രിയിൽ അതാ ബദറിന്റെ പ്രദേശങ്ങളിൽ മൊത്തം അല്ലാഹുവിന്റെ അനുഗ്രഹമാകുന്ന മഴ പെയ്തു. ആ മഴ പെയ്തതിന് ശേഷം മുസ്ലിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം സംഭരിക്കാൻ കൂടി സാധിച്ചു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. അതിലേക്ക് വെളിച്ചം വീശിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വയുനസ്സിലു അലൈക്കും മിനസ്സമാഇ മാഅ ലിയുത്വഹിറക്കും ബിഹി, നിങ്ങൾക്ക് ശുദ്ധീകരിക്കാൻ ആവശ്യമായ വെള്ളം വാനലോകത്ത് നിന്നും ഇറക്കിയിരിക്കുന്നത്. ആ വെള്ളം ചൊരിഞ്ഞിരിക്കുന്നവനാണ് അല്ലാഹു. നിങ്ങൾക്ക് ശുദ്ധീകരിക്കാൻ വേണ്ടി വയുദ്ഹിബ അൻകും റിജ്സ ശയാത്തീൻ, റിജ്സ ശൈത്വാൻ, നിങ്ങളിൽ നിന്നും പിശാചിന്റെ ദുർബോധനങ്ങൾ, ആശങ്കകൾ, മനസ്സിലുള്ള ഭീതി, മനസ്സിലുള്ള ആശങ്കകളെല്ലാം നീക്കുന്ന വിധത്തിൽ അതെല്ലാം നീങ്ങാനും ആ മഴയിലൂടെ സാധിച്ചിട്ടുണ്ട്.
വലിയർബിതു അലാ ഖുലൂബിക്കും, അതേപോലെ നിങ്ങളുടെ മനസ്സുകൾക്ക് ഉറപ്പ് നൽകാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ മനസ്സിന് നിശ്ചയദാർഢ്യമുണ്ടാകാൻ വേണ്ടിയിട്ട്, വയുസബ്ബിത ബിഹിൽ അഖ്ദാം, നിങ്ങളുടെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ടും ആ മഴ വർഷിപ്പിച്ചവനാകുന്നു അല്ലാഹു. അപ്പോൾ ആ മഴ വർഷിച്ചതോടുകൂടി ശുദ്ധീകരിക്കാനുള്ള വെള്ളം കിട്ടി, അവർക്ക് കുടിക്കാനുള്ള വെള്ളം കിട്ടി, അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഭീതിയും ആശങ്കകളുമെല്ലാം പൂർണ്ണമായി മാറി. അതേപോലെ അവരുടെ മനസ്സിന് നല്ല ദൃഢതയും നല്ല ധൈര്യവും ഉണ്ടായി. അവരുടെ പാദങ്ങൾ നിലത്ത് ഉറയ്ക്കുന്ന രൂപത്തിൽ ആ മഴവെള്ളം ആ ഭൂമിയെ കൂടി ഉറപ്പിച്ചു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ആ ബദറിൽ മഴ പെയ്തപ്പോൾ മുസ്ലിങ്ങൾ തമ്പടിച്ചിരുന്ന ഭാഗത്ത് ആ മഴ അനുഗ്രഹമായി മാറി. ശത്രുക്കൾ തമ്പടിച്ച ഭാഗങ്ങളിൽ ആ വെള്ളം ആകെ ചളിയുണ്ടാക്കി. നേരത്തെ മുസ്ലിമീങ്ങൾക്കുണ്ടായിരുന്ന ഭീതിയും ആധിയും അത് നേരെ ശത്രുപക്ഷത്തേക്ക് പോയി. നമ്മുടെ നാട്ടിൽ മഴ പെയ്യുമ്പോൾ ചില പ്രദേശങ്ങളിൽ ആ മഴ കൊണ്ട് അനുഗ്രഹമുണ്ടാകാറില്ലേ? ചില പ്രദേശങ്ങളിൽ അതുകൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടാകാറില്ലേ? എല്ലാ നാട്ടിലും പെയ്ത മഴ പോലെ പെയ്തപ്പോഴാണല്ലോ വയനാടിലെ ചൂരൽ മലയിൽ വലിയ ഒരു ദുരന്തമുണ്ടായത്. അതുപോലെ അള്ളാഹു ഒരേ പ്രദേശത്ത് വർഷിപ്പിച്ച മഴയിൽ ഒരു വിഭാഗങ്ങൾക്ക് അത് അനുഗ്രഹമായും മറ്റേ വിഭാഗത്തിന് അത് പ്രയാസകരമായും അനുഭവിക്കുന്ന രൂപത്തിലേക്ക് അള്ളാഹു ആ മഴയെ മാറ്റി. മുസ്ലിങ്ങൾക്ക് നല്ല നിശ്ചയദാർഢ്യമുണ്ടായി. നേരത്തെ സൂചിപ്പിച്ചല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ രാവിൽ ഒരു പോള കണ്ണടച്ചിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെയുണ്ടായിരുന്ന എല്ലാ സഹാബത്തിനെയും അള്ളാഹു ഉറക്കിയിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി തഹത ശജറ, ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്നിട്ട് അവിടുന്ന് നമസ്കരിക്കുകയാണ് രാത്രിയിൽ. വയബ്കാ ഹത്താ അസ്ബഹ, അവിടുന്ന് ഇങ്ങനെ കണ്ണീരൊഴുക്കിക്കൊണ്ട് നേരം വെളുക്കുന്നത് വരെയും കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് കൈകളും അവിടുന്ന് മേൽപോട്ട് ഉയർത്തിയിട്ടുണ്ട്. അവിടുത്തെ കക്ഷത്തിന്റെ വെളുപ്പ് പുറത്തു കാണുമാറ് കൈകൾ രണ്ടും മേൽപോട്ട് ഉയർത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശബ്ദമുയർത്തിക്കൊണ്ട് തന്നെയാണ്, പരിസരബോധം മറന്നുകൊണ്ട് അവിടുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹുമ്മ ഐനമാ വഅതനി, അല്ലാഹുമ്മ അൻജസലി മാ വഅതനി, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബത മിൻ അഹ്ലിൽ ഇസ്ലാം ഫലാ തുഅബദ് ഫിൽ അർളി അബദാ, അല്ലാഹുമ്മ ഐനമാ വഅതനി, അല്ലാഹുവേ ചെറിയൊരു സംഘമാണ് ഞങ്ങൾക്ക് ആയുധങ്ങളില്ല, ഞങ്ങൾക്ക് പടയങ്കികളില്ല, ഞങ്ങൾക്ക് നോമ്പ് നോത്ത് ക്ഷീണിതരാണ് ഞങ്ങൾ. അല്ലാഹുവേ, ശത്രുപക്ഷം എന്ന് പറഞ്ഞാൽ ആയുധ സജ്ജരായിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്, എന്തിനും തയ്യാറായിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഐനമാ വഅതനി, റബ്ബേ എവിടെ നീ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന സഹായം, നീ ഞങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞിരിക്കുന്ന വാഗ്ദാനം എവിടെയാണ് റബ്ബേ? അല്ലാഹുമ്മ അൻജസലി മാ വഅതനി, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ആ ഒരു സഹായം ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബത ഫിൽ ഇസ്ലാം, ഈ ഇസ്ലാമിന്റെ ചെറിയ സൈന്യം, ഈ കൊച്ചു സംഘമെങ്ങാനും ഇവിടെ പരാജയം രുചിക്കുകയാണ് എങ്കിൽ, അവർ തോറ്റുപോവുകയാണ് എങ്കിൽ, അല്ലാഹുവേ ഫലാ തുഅബദ് ഫിൽ അർളി അബദാ, ഈ ഭൂമിയിൽ നിന്നെ ആരാധിക്കാൻ ആളുകൾ ഉണ്ടാവുകയില്ല റബ്ബേ. ഞങ്ങൾ പരാജയപ്പെട്ടു പോയാൽ അത് ഇസ്ലാമിന്റെ പരാജയമായിരിക്കും, അത് തൗഹീദിന്റെ പരാജയമായിരിക്കും. അതുകൊണ്ട് റബ്ബേ ഞങ്ങളെ പരാജയപ്പെടുത്തരുത്. എവിടെയാണ് നിന്റെ സഹായം? എവിടെയാണ് നിന്റെ സഹായം? അള്ളാഹുവിന്റെ റസൂലിന്റെ ശബ്ദമുയർത്തിക്കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണുനീരിങ്ങനെ കവിളിലൂടെ താടിയിലൂടെ ഇങ്ങനെ ഒഴുകിപ്പോകുന്നുണ്ട്. അവിടെ തോളിലുണ്ടായിരുന്ന ഷോള് അത് പുറത്തേക്ക് തെറിച്ചു വീണിട്ടുണ്ട്. അത്രത്തോളം പരിസര ബോധം വിട്ടുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ അവസ്ഥ കണ്ടുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഓടി വന്നു. അള്ളാഹുവിന്റെ റസൂലിനെ ആ ഇരുന്നിടത്ത് നിന്നും ഉയർത്തിയിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ആ നിലത്തുണ്ടായിരുന്ന ഷാൾ എടുത്ത് നബിയുടെ തോളിലേക്ക് ഇട്ടുകൊടുത്തു. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കഫാക മുനാസദതുക റബ്ബുക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഒന്ന് മതിയാക്ക്, താങ്കൾ ഒന്ന് നിർത്തുക, അല്ലാഹുവിനോടുള്ള ഈ സംഭാഷണം ഒന്ന് നിർത്തൂ താങ്കൾ. ഫഇന്നഹു സയൻജിസു മാ വഅദക, അല്ലാഹു അവന്റെ വാഗ്ദാനം പാലിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുകയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഷാള് കൊണ്ട് കണ്ണുനീര് തുടച്ചു. അവിടുന്ന് പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു വന്നു. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ആ ദുആയെ കുറിച്ച് തന്നെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. യസ്തഗീസൂന റബ്ബക്കും, അള്ളാഹുവിനോട് ഇസ്തിഗാസ നടത്തിയ, അള്ളാഹുവിനോട് സഹായാർത്ഥന നടത്തിയ ആ ഒരു സന്ദർഭം, ഫസ്തജാബ ലക്കും, ആ സന്ദർഭത്തിൽ അള്ളാഹു ഉത്തരം നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക്. അള്ളാഹുവിനോട് തേടിയപ്പോൾ, അള്ളാഹുവിനോട് ചോദിച്ചപ്പോൾ അള്ളാഹു ആ പ്രാർത്ഥന കേട്ടിട്ടുണ്ട്, ഉത്തരം ചെയ്തിട്ടുണ്ട്. അന്നീ മുബദ്ദിക്കും ബി അൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ, 1000 മലക്കുകളെ തുടരെ തുടരെ അയച്ചുകൊണ്ട് നിങ്ങളെ സഹായിക്കും എന്നുള്ള അള്ളാഹുവിന്റെ വാഗ്ദാനം. അള്ളാഹു മലക്കുകളെ ഇറക്കി സഹായിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂലിന് വാഗ്ദാനം കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തിരിഞ്ഞ് തന്റെ തമ്പിലേക്ക് നടക്കുകയാണ്. ആ നടക്കുന്ന സമയത്ത് ഒരു ആത്മഗതം പോലെ അള്ളാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, സയുഹ്സമുൽ ജംഉ വയുവല്ലൂന ദുബുർ, ആ സംഘം തോൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും, അവർ പിന്തിരിഞ്ഞോടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ തമ്പിലേക്ക് നടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അണികളെയൊക്കെ ഇങ്ങനെ പരിശോധിക്കും. അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി അണിയണിയായി നിൽക്കുന്ന സ്വഹാബത്ത്, ആ സ്വഹാബത്തിന്റെ അണി ഇങ്ങനെ നോക്കുന്ന സമയത്ത് സവാദ് എന്ന് പറയുന്ന സ്വഹാബി, അദ്ദേഹം അല്പം മുന്നോട്ട് മുന്തി നിൽക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് വയറ്റിനൊന്ന് കുത്തിയിട്ട് നേരെ നിൽക്കാൻ വേണ്ടി പറഞ്ഞു. സവാദ് റളിയല്ലാഹു അൻഹു വയറ് തടവിയിട്ട്, അള്ളാഹുവിന്റെ റസൂലെ എനിക്ക് വേദനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, സവാദേ നിനക്കെന്നോട് പ്രതികാരം ചെയ്യണോ? അള്ളാഹുവിന്റെ റസൂലെ എനിക്ക് അങ്ങയോട് പ്രതികാരം ചെയ്യണമെന്ന് സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതാ ചെയ്തുകൊള്ളൂ എന്ന് പറഞ്ഞു. അത് പറ്റില്ല, അങ്ങന്റെ വയറിന് കുത്തിയതുപോലെ അങ്ങ് കുപ്പായമൊന്ന് മാറ്റണം, അങ്ങയുടെ വയറിൽ, നഗ്നമായ വയറിൽ എനിക്ക് പ്രതികാരം ചെയ്യണമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുപ്പായത്തിന്റെ ബട്ടണഴിച്ചു. ആ സന്ദർഭത്തിൽ സവാദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചേർത്ത് ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ ചുംബിക്കുകയാണ്. സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതരെ, ഈ യുദ്ധം കഴിഞ്ഞാൽ ഞാൻ ജീവനോടെ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ അള്ളാഹുവിലേക്ക് യാത്രയാകും. ഒരുപക്ഷെ അങ്ങനെ സംഭവിക്കുകയാണ് എങ്കിൽ അവസാനമായി ഈ സന്ദർഭത്തിൽ അങ്ങയെ കെട്ടിപ്പിടിക്കാനുള്ള എന്റെ ആഗ്രഹം കൊണ്ടാണ് അങ്ങയോട് പ്രതികാരം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത് എന്ന് സവാദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. യുദ്ധം ആരംഭിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ തമ്പിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഈ യുദ്ധത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാകുന്ന ആളുകൾക്ക് അള്ളാഹു സ്വർഗം നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഉമൈർ ബിൻ ഹമാം റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇങ്ങനെ ഈത്തപ്പഴം തിന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞില്ലേ, നോമ്പായിരുന്നു. കഴിഞ്ഞ 15 ദിവസവും 16 ദിവസവും നോമ്പെടുത്ത ആളുകളാണ്, ക്ഷീണിച്ച ആളുകളാണ്. നമ്മളെ പോലെ ഭക്ഷണം കഴിക്കാനൊന്നും ഇല്ലാത്തവരായിരുന്നു. ആ സമയത്ത് യുദ്ധത്തിന് വേണ്ടി തയ്യാറാകുന്ന സമയത്ത് ഉമൈർ ബിൻ ഹമാം റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇങ്ങനെ കാരക്ക തിന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തിൽ ഷഹീദാകുന്ന ആളുകൾക്ക് സ്വർഗമുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ വാഗ്ദാനം കേട്ടപ്പോൾ ആ തിന്നുകൊണ്ടിരിക്കുന്ന കാരക്ക അവിടെ നിർത്തി. അദ്ദേഹം അതങ്ങോട്ട് സൈഡിലേക്ക് മാറ്റിവെച്ചിട്ട് ശത്രു സംഘത്തിലേക്ക് എടുത്തു ചാടി അദ്ദേഹം യുദ്ധം ചെയ്യുകയാണ്. ഉമൈർ ബിൻ ഹമാം റളിയല്ലാഹു അൻഹു ആ ബദർ യുദ്ധത്തിൽ ഷഹീദാവുന്നു. അതുപോലെ ഒരുപാട് സ്വഹാബികൾ, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തോട് അള്ളാഹുവിന്റെ റസൂല് യുദ്ധത്തിന് സന്നദ്ധനാണോ എന്ന് ചോദിച്ചപ്പോൾ, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങ് എന്ത് പറഞ്ഞാലും, അങ്ങ് സമുദ്രത്തിലേക്ക് എടുത്തു ചാടണമെന്ന് പറഞ്ഞാലും അതനുസരിക്കാൻ തയ്യാറായവരാണല്ലോ ഞങ്ങൾ എന്ന് പറഞ്ഞ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ആ യുദ്ധത്തിൽ ഷഹീദാവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഅദ് ഇബ്നു മുആദിന്റെ രക്തസാക്ഷ്യം, അദ്ദേഹം രക്തസാക്ഷിത്വം വഹിച്ചപ്പോൾ അള്ളാഹുവിന്റെ അർശ് പോലും കുലുങ്ങിപ്പോയി എന്നാണ്, അള്ളാഹുവിന്റെ അർശ് പോലും വിറച്ചുപോയി എന്നാണ്. അത്രത്തോളം ഈമാനിന്റെ പ്രതീകമായിരുന്നു സഅദ് ഇബ്നു മുആദ് എന്ന് പറയുന്ന സ്വഹാബി. അങ്ങനെ പ്രഗത്ഭരായ സ്വഹാബികൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷ്യം വഹിക്കുകയാണ്. മുആദ് ഇബ്നു അംർ എന്ന് പറയുന്ന ഒരു കുഞ്ഞുണ്ടായിരുന്നു, പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടി. മുആദ് ഇബ്നു അഫ്രാ എന്ന് പറയുന്ന പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടി. അവർ രണ്ടുപേരും ആ യുദ്ധത്തിൽ, ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവരായിരുന്നു.
അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഇവരോട് ഈ രണ്ട് കുട്ടികളും പോയിട്ട് ചോദിക്കുകയാണ്, അബൂജഹലിനെ ഒന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരുമോ എന്ന്. ജീവിതത്തിൽ അബൂജഹലിനെ കാണാത്തവരാണ് രണ്ടുപേരും. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തിനാ കാണുന്നത്? ഞങ്ങൾക്ക് അബൂജഹലിനെ കൊല്ലണം എന്നാണ്. അള്ളാഹുവിന്റെ റസൂലിനെ അങ്ങേയറ്റം വെറുക്കുകയും അള്ളാഹുവിന്റെ റസൂലിനോട് യുദ്ധം പ്രഖ്യാപിക്കുകയും അള്ളാഹുവിന്റെ റസൂലിനെ മക്കയിലും മദീനയിലും ജീവിക്കാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്ത, അവർക്ക് നേതൃത്വം കൊടുത്ത അബൂജഹൽ അവസാനം അബൂജഹലിനെ കാണിച്ചു കൊടുത്തപ്പോൾ അബൂജഹൽ സഞ്ചരിക്കുന്ന ആ കുതിരയുടെ കാലുകൾ വെട്ടി താഴെയിട്ടത് ആ മുആദ് ബിൻ അഫ്രാ എന്ന് പറയുന്ന പ്രായപൂർത്തിയാകാത്ത കുട്ടിയായിരുന്നു. പിന്നീട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വന്നുകൊണ്ടാണ് അബൂജഹലിന്റെ കഥ കഴിക്കുന്നത്. നേരത്തെ അബൂജഹൽ അള്ളാഹുവിന്റെ റസൂലിനെ വകവരുത്തിക്കൊണ്ട് മുസ്ലിങ്ങളെ ഉന്മൂലനമെന്ന് പറഞ്ഞുകൊണ്ട് ബദറിലേക്ക് വന്ന അബൂജഹലിന്റെ അന്ത്യം അവിടെ കാണുകയാണ്. ഉത്ബയും ശൈബയും ഇസ്ലാമിനെ അങ്ങേയറ്റം ദ്രോഹിച്ചവരാണ്. ഹംസ റളിയല്ലാഹു അൻഹുവാണ് അവരെ വകവരുത്തുന്നത്. ആ യുദ്ധത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അടിമയായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചു. നെഞ്ചിലേക്ക് കല്ലുകൾ കയറ്റിവെച്ച് അങ്ങാടി പിള്ളേർക്ക് വലിക്കാൻ കൊടുത്ത് ക്രൂരമായ പീഡനങ്ങൾക്കിടയായ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പോകുന്നത് അദ്ദേഹത്തിന്റെ യജമാനനായിരുന്ന ഉമയ്യയുടെ പിന്നാലെയാണ്. ഉമയ്യ എങ്ങാനും രക്ഷപ്പെടുകയാണ് എങ്കിൽ, ഉമയ്യെ വധിക്കാൻ സാധിച്ചില്ല എങ്കിൽ ബദറിലെ വിജയം എങ്ങനെ വിജയമാകും? അദ്ദേഹം ഇങ്ങനെ പിന്നാലെ പോയി ഉമയ്യയെ അദ്ദേഹമാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവാണ് വകവരുത്തുന്നത്. അവസാനം അബൂജഹൽ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പായിട്ട് പരിശുദ്ധ കഅബയുടെ ഖില്ല പിടിച്ചുകൊണ്ട് മക്കയിൽ വെച്ച് നടത്തിയൊരു പ്രാർത്ഥനയുണ്ടല്ലോ, അല്ലാഹുമ്മ അൻസുർ അലൽ ജുൻദൈൻ വഅക്രിമുൽ ഫിഅതൈൻ വഖൈറുൽ ഖബീലതൈൻ. അബൂജഹൽ പ്രാർത്ഥിച്ചത് അല്ലാഹുവിനോടായിരുന്നു. ഒരു പ്രയാസം വന്നാൽ, വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വന്നാൽ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ജീവിതത്തിലെ വലിയ പ്രയാസങ്ങൾ വന്നാൽ നമ്മുടെ സമുദായത്തിലുള്ള വലിയ ഒരു വിഭാഗം ആളുകൾ ബദരീങ്ങളോടും മുഹീദ്ദീൻ ശഹീനോടും ഏർവാടി തങ്ങളോടും പ്രാർത്ഥിക്കുന്ന ആളുകളാണ്. മക്ക മുശ്രിക്കുകൾ വിശുദ്ധ ഖുർആൻ പേരെടുത്ത് പറഞ്ഞ് ശപിച്ച ആളുകൾ പ്രയാസഘട്ടങ്ങളിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അബൂജഹൽ പ്രാർത്ഥിച്ചത് അല്ലാഹുമ്മ അൻസുർ അലൽ ജുൻദൈൻ, അള്ളാഹുവേ ഉന്നതമായ സൈന്യത്തെ നീ വിജയിപ്പിക്കണം, നീ സഹായിക്കണം. വഅക്രിമുൽ ഫിഅതൈൻ, മാന്യമായ സംഘത്തെ നീ വിജയിപ്പിക്കണം, സഹായിക്കണം. വഖൈറുൽ ഖബീലതൈൻ, ഉത്തമമായ ഗോത്രത്തെ നീ സഹായിക്കണം, വിജയിപ്പിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അബൂജഹൽ ബദറിലേക്ക് പുറപ്പെട്ടത്, യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടത്. അയാളെയും അയാളുടെ ആളുകളെയും പരിഹസിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇൻ തസ്തഫ്തിഹു ഫഖദ് ജാഅകുമുൽ ഫത്ഹ്, നിങ്ങൾ വിജയമായിരുന്നു കൊതിച്ചിരുന്നത് എങ്കിൽ ഇതാ ആ വിജയം അവിടെ ബദറിൽ വന്നെത്തിയിരിക്കുന്നു. ആ വിജയം യഥാർത്ഥ കക്ഷികൾക്കാണ്. അലൽ ജുൻദൈൻ, ഉന്നതമായ സൈന്യത്തെ വിജയിപ്പിക്കാനല്ലേ അബൂജഹൽ പ്രാർത്ഥിച്ചത്. അവിടെ ഉന്നതമായ സൈന്യം ഏതാണ്? മുസ്ലിമീങ്ങളുടെ സൈന്യമാണ്. അതുകൊണ്ട് വിജയം കൊതിച്ചവർക്ക് വിജയം കൊടുത്തിരിക്കുന്നു. വൈൻ തൻതഹു ഫഹുവ ഖൈറുൽ ലക്കും, ഇതോടുകൂടി നിങ്ങൾ പിന്തിരിയാൻ സന്നദ്ധരാണ് എങ്കിൽ നിങ്ങൾ നിർത്തിക്കോ, നിങ്ങൾക്കതാണ് നല്ലത്. വൈൻ തഊദു നഉദ്, അതല്ല നിങ്ങൾ ആവർത്തിക്കാൻ തന്നെയാണ് നിങ്ങളുടെ പരിപാടിയെങ്കിൽ നാമും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ്. വലൻ തുഗ്നിയ അൻകും ഫിഅത്തുകും ശൈആ വലൗ കസുറത്, എണ്ണത്തിൽ ഒരുപാട് പെരുപ്പമുണ്ടായിട്ടും മുസ്ലിം സൈന്യത്തെക്കാൾ 3 ഇരട്ടി ഉണ്ടായിട്ടും ആയുധ സംഭരണങ്ങൾ ഉണ്ടായിരുന്നിട്ടും അവിടെ അവർക്കതൊന്നും ഉപയോഗപ്പെട്ടില്ല, ഉപകാരം ചെയ്തില്ല. അള്ളാഹു ആ ആയത്ത് അവസാനിപ്പിക്കുന്ന വാചകം അടിവരയിട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹു മഅൽ മുഅ്മിനീൻ, അള്ളാഹു എല്ലായ്പ്പോഴും മുഅ്മിനീങ്ങളുടെ കൂടെയാണ്. അള്ളാഹു മുഅ്മിനീങ്ങളുടെ കൂടെയാണ്. മക്ക മുശ്രിക്കുകൾക്ക്, ഖുറൈശികൾക്ക് ഒരു അഹങ്കാരമുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് കഅബ പൊളിക്കാൻ അബ്രഹത്തിന്റെ സൈന്യം ആനപ്പുറത്ത് വന്നപ്പോൾ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന സൂറത്തിലെ ആശയം, ആ സന്ദർഭത്തിൽ ഖുറൈശികളൊക്കെ പോയി ഒളിച്ചപ്പോൾ അള്ളാഹു അബാബീൽ പക്ഷികളെ അയച്ചുകൊണ്ട് അബ്രഹത്തിന്റെ സൈന്യത്തെ നശിപ്പിക്കുകയും കഅബ സംരക്ഷിക്കുകയും ചെയ്തു.
അതിനുശേഷം അള്ളാഹു ഞങ്ങളുടെ കൂടെയാണ് എന്നുള്ള ഒരു അഹന്തയും ഒരു ധാരണയും മക്കയിലെ ഖുറൈശികൾക്കുണ്ടായിരുന്നു. അള്ളാഹു അത് ബദറിലൂടെ തിരുത്തുകയാണ്. വഅന്നല്ലാഹ മഅൽ മുഅ്മിനീൻ, അള്ളാഹു മുഅ്മിനീങ്ങളുടെ കൂടെയാണ്. നമ്മൾക്കും അത് പാഠമാണ്. അള്ളാഹു മുഅ്മിനീങ്ങളുടെ കൂടെയാണ്. എന്നിട്ട് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നുണ്ട്, വലഖദ് നസറകുമുല്ലാഹു ബിബദർ വഅൻതും അദില്ല, നിങ്ങൾ വളരെ കുറച്ചായിരുന്ന നേരത്ത്, എണ്ണത്തിൽ കുറഞ്ഞ നേരത്ത് അള്ളാഹു നിങ്ങളെ ബദറിൽ സഹായിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. ലോകത്തിലുള്ള മുഴുവൻ മുഅ്മിനീങ്ങളോടും അള്ളാഹു പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വാസികളെ, ഇൻ തൻസുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ യൻസുറുക്കും, അവൻ നിങ്ങളെയും സഹായിക്കും, വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളുടെ പാദങ്ങളെ അവൻ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യും എന്ന് അള്ളാഹു വിശ്വാസികൾക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ലോകത്ത് മുസ്ലിമീങ്ങൾ എന്ന് ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട്, പ്രയാസപ്പെടുന്നുണ്ട്. ഒരുപാട് പ്രയാസങ്ങളുടെ ഘട്ടങ്ങളിലൂടെയും ആധിയിലൂടെയുമാണ് നമ്മൾ പോകുന്നത്. പക്ഷെ അള്ളാഹുവിന്റെ വാഗ്ദാനം നിറവേറ്റാൻ, ഇൻ തൻസുറുല്ലാഹ, അള്ളാഹുവിനെ നിങ്ങൾ സഹായിച്ചാൽ, അള്ളാഹു നിങ്ങളെ സഹായിക്കണമെങ്കിൽ അള്ളാഹുവിനെ നിങ്ങൾ സഹായിക്കണം എന്നാണ്. അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ആദർശത്തിലേക്കും ആശയത്തിലേക്കും വഴിപ്പെടുന്ന ആളുകളായിട്ട്, ഈമാനോടുകൂടി ജീവിക്കുന്ന, തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകളായിട്ട്, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന ആളുകളായിട്ട് മുഅ്മിനീങ്ങൾ മാറിയാൽ, മുസ്ലിമീങ്ങൾ മാറിയാൽ അള്ളാഹുവിന്റെ സഹായമുണ്ടാകുമെന്നാണ് അള്ളാഹു പറയുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാനുള്ളൊരു വകയുണ്ട്. നാം വിശ്വാസത്തിൽ എത്രത്തോളം അള്ളാഹുവിനോട് അടുപ്പം കാണിക്കുന്നവരാണ് എന്ന്, എത്രത്തോളം അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാനുള്ള മനഃശക്തി നമുക്കുണ്ട് എന്ന് ആലോചിക്കാനുള്ള ഒരു സന്ദർഭം കൂടിയാണ്. ഒരു കാര്യം കൂടി പറയട്ടെ, റമദാൻ മാസമല്ലേ, 5 മിനിറ്റ് കൂടിപ്പോയാലും നിങ്ങൾ ക്ഷമിക്കുക. ഇസ്ലാമിലെ യുദ്ധത്തിന്റെ ബദറിന്റെ ചരിത്രം പറയുമ്പോൾ, യുദ്ധചരിത്രം പറഞ്ഞുകൊണ്ട് ആളുകളെ പ്രകോപിപ്പിക്കുകയാണ് എന്നുള്ള വിമർശനങ്ങൾ വരാറുണ്ട്. യുദ്ധം എന്ന് പറയുന്നത് അത് സമാധാനത്തിന് വേണ്ടിയാണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകളെ നമ്മൾ ആദരിക്കുന്നത് അവർ തീവ്രവാദികളായിട്ട് നമ്മൾ കാണാറില്ല. സമാധാനത്തിന് വേണ്ടി യുദ്ധം ചെയ്യേണ്ടി വരിക എന്നുള്ളത് അത് എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും, എല്ലാ മതങ്ങളും, എല്ലാ രാജ്യങ്ങളും രാഷ്ട്രങ്ങളും അംഗീകരിക്കുന്ന കാര്യമാണ്. അത് എല്ലാ മതങ്ങളിലുമുണ്ട്. ബൈബിൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആ ബൈബിളിൽ കാണാൻ യഹൂദ മക്കൾ യെരൂശലേമിന്റെ നേരെ യുദ്ധം ചെയ്തു. അവർ അതിനെ കൈവശമാക്കി, വാൾ കൊണ്ട് വെട്ടി നഗരം തീയിട്ട് ചുട്ടുകളഞ്ഞു. അതിന്റെ ശേഷം യഹൂദ മക്കൾ മലകളിലും തെക്ക് ഭാഗത്തും താഴ്വരകളിലും പാർത്തിരുന്ന കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ വേണ്ടി പോയി എന്നാണ് ബൈബിളിലെ ന്യായാധിപന്മാർ എന്നുള്ള അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഭഗവത്ഗീതയിൽ കൗരവരോട് യുദ്ധം ചെയ്യാൻ വിമിഷ്ടരായി നിൽക്കുന്ന അർജുനനോട് കൃഷ്ണൻ നൽകുന്ന ഉപദേശം, ഹതോവ പ്രാപ്സ്യസി സ്വർഗം ചിത്വാവ ഭോക്ഷ്യസേ മഹീം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ ദൃഢനിശ്ചയ. അങ്ങ് ഈ യുദ്ധത്തിൽ വിജയിക്കുകയാണ് എങ്കിൽ ഈ രാജ്യം അനുഭവിക്കാം, യുദ്ധത്തിൽ മരണപ്പെടുകയാണ് എങ്കിൽ സ്വർഗം പ്രാപിക്കാം. അല്ലയോ അർജുന, അതുകൊണ്ട് യുദ്ധത്തിന് ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് പുറപ്പെട്ടുകൊള്ളുക എന്നാണ്. നീതിക്ക് വേണ്ടി, ന്യായത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടിയുള്ള യുദ്ധം അത് അനുവദനീയമാണ് എന്ന് എല്ലാ മതങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും പറയുന്നുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ സംഗതി സൂചിപ്പിച്ചത്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സമാധാനത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതും പ്രയത്നിക്കുന്നതും. ലോകത്തെവിടെയെങ്കിലും ഏതെങ്കിലും രാജ്യങ്ങളിൽ ഏതെങ്കിലും ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള ഭീകരാക്രമണം നടത്തിയാൽ അതെല്ലാം ഇസ്ലാമിന്റെ പേരിലേക്ക് പലപ്പോഴും വെച്ച് കെട്ടുന്ന കാര്യങ്ങളുണ്ട്. ഏതെങ്കിലും നാടിലുള്ള പ്രാദേശികമായ പ്രശ്നങ്ങളുടെ പേരിൽ, അതുപോലെ പരസ്പരമുള്ള ഏതെങ്കിലും ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളുടെ പേരിലെല്ലാം നിരപരാധികളെ കൊല്ലുന്ന ആളുകളുണ്ട്. ഒരു നിരപരാധിയെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും കഴിഞ്ഞ ദിവസം ബലൂചിസ്ഥാൻ വാദികൾ അവർ ഒരു ട്രെയിൻ യാത്രക്കാരെ ബന്ദികളാക്കിയിട്ട് ഒരുപാട് ആളുകളെ കൊന്നു. അതിലെയും പല ആളുകളും ഇസ്ലാമിന്റെ പേരിൽ വെക്കാറുണ്ട്. നമ്മുടെ രാജ്യത്തെ ഭരണകൂടം ബലൂചിസ്ഥാന് പിന്തുണ നൽകുന്ന ആളുകളാണ്. പാകിസ്ഥാനെതിരായിക്കൊണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ബലൂചിസ്ഥാന് പിന്തുണ കൊടുക്കാറുണ്ട്.
അവരൊക്കെ അവരുടെ രാജ്യത്തെ പ്രാദേശികമായ പ്രശ്നങ്ങളുടെ പേരിൽ യുദ്ധം ചെയ്യുമ്പോൾ ഒരു നിരപരാധിയെ കൊന്നാൽ, അന്യായമായി ഒരാളെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ ആളുകളും ലോകത്തുള്ള മുഴുവൻ ആളുകളെയും കൊന്നതിന് സമമാണ് എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം എന്നുകൂടി നമ്മൾ അതിൻ്റെ കൂടെ ചേർത്ത് മനസ്സിലാക്കുക. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ.